ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരുപാട് ദിവസങ്ങളായി ഞാൻ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാൻ നമ്മുടെ ബിസിനസ് സീക്രട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മുടെ ഡിസപ്പോയിൻമെന്റ്സിന്റെയും നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ ഓരോ ബിസിനസ്സിനും കണ്ടെത്തി കുറേ രഹസ്യങ്ങൾ കാണും. അപ്പം അതിപ്പോൾ ചിലപ്പോൾ സെല്ലേഴ്സ് ആകാം, ചിലപ്പോൾ നമ്മുടെ റെസിപ്പീസ് ആകാം, അങ്ങനെ പല കാര്യങ്ങളാകും. ആ കാര്യങ്ങൾ നമ്മൾ വേറൊരാളോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ഞാൻ ആദ്യം ബട്ടർ ബ്ലെസ്സിന്റെ കേക്കിന്റെ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ പല ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം ഈ റെസിപ്പീസ് ഒക്കെ ഒരുപാട് തെറ്റുകളും ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളുടെയൊക്കെ ഫലമായിട്ട് തന്നെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത കുറേ റെസിപ്പീസ് ഒക്കെയാണ് ഞാൻ എൻ്റെ ഈ സംരംഭത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരിക്കൽ പോലും മെസ്സേജ് അയക്കാതെ എന്നോട് എൻ്റെ ഒരു വർക്കിനെ പോലും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുകയും എനിക്ക് ഒരിക്കൽ പോലും മെസ്സേജ് അയക്കാതിരിക്കുക, അതേ സമയത്ത് തന്നെ എന്നിൽ നിന്ന് ഒരു രൂപയുടെ സാധനം പോലും പർച്ചേസ് ചെയ്യാത്ത ആളുകൾ ഞാൻ ഈ സംരംഭം തുടങ്ങിയതിന് ശേഷം റെസിപ്പീസ് ചോദിച്ചുകൊണ്ട് എനിക്ക് നിരന്തരം മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ അഡ്രസ്സൊക്കെ അവർക്ക് ഓൺലൈൻ ആയിട്ട് പഠിച്ച സ്ഥാപനങ്ങളുടെയൊക്കെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് അവർക്ക് അതൊന്നും സംതൃപ്തരല്ല. അവർ വീട്ടിൽ വന്നോട്ടെ, ഞാൻ കേക്ക് ചെയ്യുമ്പോൾ വന്ന് കണ്ടു നിന്നോട്ടെ, റെസിപ്പീസ് തരാമോ, അങ്ങനെയൊക്കെ ചോദിച്ച് നിരന്തരം ശല്യം ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ നമുക്ക് ഞാൻ റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു. പിന്നീട് ഞാനും പല സംരംഭങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആളുകളോട് ഇങ്ങനെ നമ്മളിങ്ങനെ ചില ആളുകളോടൊക്കെ ചോദിക്കുമല്ലോ ഇന്ന വിവരങ്ങൾ, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പലരും വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള മറുപടികളൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പൊ അന്ന് അത് സങ്കടം തോന്നുമെങ്കിൽ ഇന്ന് എനിക്ക് മനസ്സിലാവും അവർ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അധ്വാനത്തിന്റെയും ഓർക്കമില്ലാത്ത രാത്രികളുടെയും ഫലമായി കണ്ടെത്തിയിട്ടുള്ള പല കാര്യങ്ങളാണ് അവരുടെ ബിസിനസ്സിൽ അവർ ഉപയോഗിക്കുന്നത്. അത് അവരുടെ ബിസിനസ്സിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അത് വേറെ ആൾക്ക് ഷെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം രണ്ടാമത് ഞാൻ ജ്വല്ലറി മേക്കിങ്ങിന്റെ എനിക്ക് എല്ലാവരും എന്നോട് ചോദിക്കും മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. പലർക്കും ഞാൻ കോൺടാക്ട് കൊടുക്കാറുണ്ട്. ചിലർ ചോദിക്കും വീട്ടിൽ വന്നിട്ട് ചേച്ചി പഠിപ്പിച്ച് തരാമോ എന്ന്. അപ്പം നമുക്ക് അങ്ങനെ അതിനുള്ള നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും നടത്തുന്നില്ല, നമുക്ക് അതിനുള്ള സൗകര്യവും സമയവും ഇല്ല. പിന്നീട് ഞാൻ സാരി സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന എൻ്റെ ഡിസപ്പോയിൻമെന്റിന്റെയും ബ്രെയിൻ സ്റ്റോമിന്റെയും ടെൻഷന്റെയും ഉറക്കമില്ലാത്ത രാത്രികളുടെയും പിന്നെ ഒക്കെ ഫലമായിട്ടാണ് ഞാൻ പലതരത്തിലുള്ള സെല്ലേഴ്സിനെ കണ്ടുപിടിച്ചത്. അപ്പം അതിലെനിക്ക് ധനനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ദിവസങ്ങൾ വളരെ ട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സെല്ലേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ദിവസങ്ങളോളം എൻ്റെ അധ്വാനവും എൻ്റെ ബ്രെയിനും ഒക്കെ യൂസ് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച ആ സെല്ലേഴ്സിനെ നിങ്ങൾക്കും എനിക്കുള്ളതുപോലെ തന്നെ അതേ സാധ്യതകളുണ്ട്. അപ്പം പണ്ടത്തെ കൂട്ടല്ല, നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും നമുക്ക് സെല്ലേഴ്സിനെ കണ്ടുപിടിക്കാനും റെസിപ്പീസ് കണ്ടുപിടിക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ചെയ്ത അത് എഫേർട്ട് തന്നെ നിങ്ങളെടുത്താൽ നിങ്ങൾക്കും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള സെല്ലേഴ്സിനെ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം വേറൊരാള് ദിവസങ്ങളോളം നീണ്ട് അധ്വാനത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വേറെ ആരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ബിസിനസ്സിന്റെ സീക്രട്ടാണ്. അത് നമ്മൾ എത്ര പരോപകാരമായ മനസ്സുള്ള ആളുകളാണെങ്കിലും അത് നമ്മൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ